ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചേട്ടൻ ജോലിക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഞങ്ങളിന്ന് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാപ്പി തന്നെയാണ് എബിക്ക് സ്കൂളിലും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നു, എബിക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഉണ്ടായിരുന്നു. ചോറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉച്ചത്തേക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് കാപ്പിയാണ് ഉണ്ടാക്കിയത്. അവനത് കഴിച്ചുകൊണ്ട് സ്കൂളിലോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അവന് മുട്ടയും കൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ മാത്രം ആകുമ്പോഴത്തേക്കും അതൊരു ഹെൽത്തി ആകത്തില്ലല്ലോ, ഒരു മുട്ടയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ദോശ ഹെൽത്തിയാണ് ഇല്ലെന്നല്ല, എന്നാലും ഒരു മുട്ട കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുട്ടയുണ്ടായിരുന്നു, ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ടാണ് അവന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചേട്ടൻ കുറേ നേരം വരെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, മഴ ആയതുകൊണ്ട് തന്നെ പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ രാവിലത്തെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ച് കണ്ടതാണ് കേട്ടോ പിള്ളേരെ. എന്തായാലും ഇന്ന് വൈകുന്നേരം പോകുന്നുണ്ട്, എങ്കിൽ പോലും ഡെയിലി ആ ഒരു ടൈമിൽ എപ്പോഴും എനിക്ക് മക്കളെ വിളിച്ചൊന്ന് കാണണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ മിലുവിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ കമന്ന് കിടക്കാറുള്ളൂ കേട്ടോ വിളിക്കുന്ന സമയത്ത്. ഇല്ലെങ്കിൽ ആരുടെയും കയ്യിലായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ചെയറുണ്ട്, അതിൻ്റെ പുറത്തായിരിക്കും എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നോക്കിയിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വർത്താനം പറയുന്ന ആ ഒരു ടൈമൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മിലുവിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മിക്കു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്കുവിനെ കാണിക്കാൻ വേണ്ടി ഞാൻ എബിയുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ എബി എന്ന് പറയുന്നുണ്ടായിരുന്നു. മിക്കുവിൻ്റെ മൂക്ക് കണ്ടോ, 1-2 തവണ വീണിട്ട് മുറിഞ്ഞതാണ് കേട്ടോ. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ആദ്യം എബി പറഞ്ഞു, പിന്നെ ആരാ ചോദിച്ചപ്പോഴത്തേക്ക് മിക്കു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ മിലുവിനെ വിളിച്ച സമയത്ത് മിക്കു ഇടയ്ക്ക് വന്ന് നോക്കി പോയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവന് ഒരുപാടൊന്നും ഒന്നും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എബി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കൂടുതലായിട്ട് സംസാരിക്കാനും വരത്തുള്ളൂ കേട്ടോ. അല്ലാതെ അവൻ അങ്ങനെ വരത്തില്ല കണ്ടോ. എൻ്റെ മുഖം കാണിച്ചപ്പോൾ ഉടനെ തിരിഞ്ഞ് കളഞ്ഞത് കണ്ടോ. എബിയുടെ ഫോട്ടോ ആണെങ്കിൽ ഓടി വന്നേനെ ആശ. അപ്പോൾ മഴ കാരണം ഇന്ന് എന്തായാലും പോക്ക് നടക്കില്ലെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും തുടങ്ങി കേട്ടോ. അതിന് മുന്നേ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം വാങ്ങിച്ച് വെച്ചിരുന്ന പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ഈ ഒരു സീന് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ് കേട്ടോ. ഇങ്ങനെ ചിക്കൻ കാല് കടിച്ച് കഴിക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു സീന് നമ്മുടെ ജഗതി ശ്രീകുമാർ കഴിക്കുന്ന വീഡിയോസാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടം. അത് എത്ര കണ്ടാലും മതി വരില്ല, ചിക്കൻ ഫ്രൈ ഇങ്ങനെ കടിച്ച് കഴിക്കുന്നത് അല്ലേ. ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ജോലിപ്പണികളുടെ സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. വാടകയ്ക്കെടുത്ത് വെക്കുന്നതാണ്, അത് തിരിച്ചു കൊണ്ടു കൊടുത്തു. ഉച്ചത്തേക്കുള്ള മീൻ പൊരിക്കാനായിട്ട് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പാൽപ്പാടയൊക്കെ എടുത്ത് വെച്ച് ശേഖരിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇനി നെയ്യായിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ കറിവേപ്പില ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഇതിങ്ങനെ ആക്കി എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഇട്ടപ്പോൾ ഈ 2 സംഭവം ഇട്ടത് കൊണ്ടായിരിക്കും ഇത്രയും ഇങ്ങനെ കളർ ഇങ്ങനെ കരിഞ്ഞു പോയത് കേട്ടോ. പക്ഷേ നെയ്യ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അടിയിലിങ്ങനെ കരിഞ്ഞത് ഇത് 2 ഇട്ടത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററും എല്ലാം തയ്യാറാക്കി കേക്കിനും എല്ലാം വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേയായിട്ട് ഞാൻ ഒരിടത്തും വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇട്ടതെന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ല, പാത്രം എല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ പോയത്. എല്ലാം പോയതിന് ശേഷം കഴുകി വെച്ചതിന് ശേഷം പിന്നീട് കുറച്ച് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഞാൻ നിന്നു കേട്ടോ. അപ്പോൾ ഒരു 3 സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ആദ്യമായിട്ട് കാണിക്കുന്നത് ഞാനൊരു 2 നൈറ്റി എടുത്തതാണ് കേട്ടോ. കല്യാണ സമയത്ത് എനിക്ക് ഇതേപോലെ ഈ ബ്രൗൺ കളർ പോലത്തെ ഒരു വെൽവെറ്റ് നൈറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വെൽവെറ്റ് നൈറ്റി ഇങ്ങനെ വെൽവെറ്റ് അല്ല, ഇതേപോലത്തെ ഒരു നൈറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ ഈ നൈറ്റി വാങ്ങിച്ചിട്ടില്ല, ഇതേ സെയിം പാറ്റേണിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മീഷോ വഴി ഒന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതാണ് കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇടുന്നില്ല, ഓണത്തിനിടാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ അങ്ങ് മാറ്റി വെച്ചതാണ്. ഇനി കുറച്ച് മാസങ്ങൾ കൂടെ, അല്ല 1 മാസം കൂടെയല്ലേ ഉള്ളൂ, അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. 2 ടൈപ്പാണ്, 2 കളറാണ്. ഒരേ ടൈപ്പ് ഒരേ മോഡൽ തന്നെയാണ്, 2 കളറാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഇട്ട് നോക്കിയില്ല കേട്ടോ. എന്തായാലും കറക്റ്റ് ആവാതിരിക്കത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ബുക്ക് ചെയ്ത് വാങ്ങിയത് ഇതുപോലത്തെ ഒരു ബൗളാണ് കേട്ടോ.
കേക്കൊക്കെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബൗളാണ് ഞാൻ വാങ്ങിച്ചത്. അതെന്തായാലും കൊള്ളത്തില്ല കേട്ടോ. കൊള്ളത്തില്ലെന്ന് മീൻസ് ചെറുതായിപ്പോയി. എന്തായാലും ഞാനൊരു 1 kg കേക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറത്തോട്ടെല്ലാം പോകുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വലുത് വേണമായിരുന്നു. അതെന്തായാലും ഷോപ്പിൽ തന്നെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഇനി ഇതുപോലെ ഓൺലൈൻ വഴി വാങ്ങിയാൽ ഇനിയും ചെറുതാവും. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളത് പാത്രത്തിലോട്ട് മാറ്റുമ്പോഴും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും, ചെറുതായി പോയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചതുപോലെ തന്നെ ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഡാമേജായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. ഞാൻ ചപ്പാത്തിയും മീൻകറിയും തലേ ദിവസത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിച്ചു. ചേട്ടൻ ചോറും കഴിച്ചു കേട്ടോ. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് എൻ്റെ വണ്ടിയുടെ NOC പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പോയി പകുതി വഴി എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഡ്രസ്സിൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ചേട്ടൻ ഒരു കടയുടെ സൈഡിൽ നിന്ന് തന്നെ മഴക്കോട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ. മഴക്കോട്ട് വിട്ട് പുന്നമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് പോയപ്പോഴത്തേക്കും മഴ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. NOC പേപ്പറൊക്കെ കിട്ടി. ഇനി വണ്ടിയുമായിട്ട് യാതൊരുവിധ നോട്ടീസുകളോ പേപ്പറുകളോ ഇങ്ങോട്ടും കിട്ടാനില്ല, അങ്ങോട്ടും കിട്ടാനില്ല. പൂർണ്ണമായിട്ടും ഇപ്പോൾ എൻ്റെ പേരിലായിട്ടുണ്ട് വണ്ടി. അങ്ങനെ അവിടുത്തെ സൈനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി കേട്ടോ. അപ്പോൾ എബി ട്യൂഷന് പോയിട്ടുണ്ട്. അവനെ ഞങ്ങൾ അതുവഴി വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ വന്നോടെ തന്നെ പെട്ടെന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നേരത്തെ കുളിച്ചിട്ടാണ് ഇത് അങ്ങ് വന്നത്. എവിടെ നമ്മൾ വണ്ടിയുടെ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാൻ വന്നിട്ടാണ് കേട്ടോ കുളിച്ച് ഞങ്ങൾ പതിവ് പോലെ തന്നെ വന്ന സമയത്ത് നേരത്തെ എവിടെ വെച്ചാണോ മഴ പെയ്തത് അതേ സ്ഥലത്ത് വെച്ച് പിന്നെയും മഴ പെയ്തു. ചേട്ടൻ നേരത്തെ എവിടെ നിന്നാണോ മഴക്കോട്ടിട്ടത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ എബിയും മഴക്കോട്ടൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ മഴയെ പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വന്നത് നേരെ കാട്ടാക്കടയാണ് കേട്ടോ വന്നത്. എനിക്കെന്തോ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ചായ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ഓരോ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന ഉടൻ തന്നെ മിക്കു എബിയെ കണ്ടിട്ട് അങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവൻ കാണുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എബി അപ്പോഴാണ് എബിയെ വിളിച്ച് അവൻ നോക്കിയത് കേട്ടോ. ആ ഒരു സന്തോഷം കണ്ടോ അവൻ്റെ മുഖത്തെ. സത്യമാണോ എന്നുള്ളൊരിതിലായിരിക്കും. കാരണം കുറച്ച് മുന്നേ വരെ നമ്മൾ വീഡിയോ കോൾ വിളിച്ച് കണ്ടതാണല്ലോ. അപ്പോൾ ഈ ഒരു ഫിഷ് ടാങ്ക് ടോമി പിള്ളേർക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ടോണിയും കുറച്ച് മീനൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന കേക്ക് മുറിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ഓരോ സാധനങ്ങളും മിക്കും എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ സാധനങ്ങളിങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അവന് സിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനാരയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്നതിൻ്റെ കൂടെ അവനെടുത്ത് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനാരയ്ക്ക് ഇനി പോകുമ്പോഴത്തേക്കും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരുമായിട്ട് കുറേ നേരം വരെ കളിയും ചിരിയും ബഹളങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പുറം കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് എബിക്ക് വാങ്ങിച്ചു കൊടുത്തോട്ടെ. കാവ്യ കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബോൾസും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനും കൂടെ പകുതിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൽസുവിന് കരയാതിരിക്കാൻ വേണ്ടി പ്രദീപ് വാങ്ങിക്കൊടുത്ത കിറ്റ്കാറ്റാണ് കേട്ടോ. അവളങ്ങനെ അതൊക്കെ എടുത്ത് കഴിക്കത്തൊന്നുമില്ല. ഇങ്ങനെ അത് ഫുള്ളിങ്ങനെ കടിച്ച് പൊട്ടിച്ച് നടക്കും. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ എനിക്കൊരു പീസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ആദ്യം അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഞാനതങ്ങ് വാങ്ങിച്ചെടുത്തു കേട്ടോ. അവൾ തരുകയും ചെയ്തു. തന്ന ഉടൻ തന്നെ ഇനി രണ്ടാമത് കരഞ്ഞ് അവൾ തിരിച്ച് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് പൊട്ടിച്ചൊരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് കേട്ടോ പയറും കഞ്ഞിയും. ഇപ്പോൾ ബിരിയാണി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടം പയറും കഞ്ഞിയും കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ടോമിക്ക് വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. അവന് ഭയങ്കര പനിയാണ് 2 ദിവസം കൊണ്ട്. അപ്പോൾ അവന് വേണ്ടി പയറും കഞ്ഞിയും വെച്ച സമയത്ത് അമ്മ എനിക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറും കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കിടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാവ്യ ജസ്റ്റ് എൽസുവിനെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അവളെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.